ആനർമ ചാൻസിലേക്ക് സ്വാഗതം. മണിരത്നത്തിന്റെ സംവിധാനത്തിൽ കമൽഹാസൻ, സിംബു, അതുപോലെ തന്നെ അശോക് സെൽവൻ, തൃഷ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് തഗ് ലൈഫ്. ആ സിനിമ ഇപ്പോൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ സിനിമയിലോട്ട് വരുവാണെങ്കിൽ ആ സിനിമയുടെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ കാണിക്കുന്നുണ്ട്. അത് കിട്ടില്ലായിട്ട് വന്നിട്ടുണ്ട്. അവർ എടുത്ത് വെച്ചിരിക്കുന്നതാണെങ്കിലും കമൽഹാസൻ്റെ ആ ഒരു ലുക്കാണെങ്കിലും പുള്ളി ഡി ഏജിങ് ചെയ്തിരിക്കുന്നതൊക്കെ ആണെങ്കിലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അന്നേരത്തെ ആ ഒരു ഇമോഷണൽ കണക്റ്റ് ഒക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാതെ നൈസായിട്ട് നല്ല രീതിക്ക് തന്നെ മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് ആ സിനിമ വരുമ്പോഴാണ് ആ സിനിമയ്ക്ക് ഒന്ന് ഡൗൺ ആകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് അതിൽ മെയിനായിട്ടുള്ളൊരു സാധനമുണ്ട്. അതിലോട്ട് എൻ്റർ ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് സത്യം പറഞ്ഞാൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. ശരിക്കും അതിൻ്റെ മെയിൻ പ്ലോട്ടിലോട്ട് വരുമ്പോഴാണ് ശരിക്കും ദേഷ്യം വരുന്നത്. അത് ഒരു അച്ഛനും മോനും ഒരു വല്ലാത്തൊരു സംഭവമാണ്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുള്ളവരാണെന്ന് എനിക്ക് ഞാൻ ഈ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ സിനിമയുടെ മേക്കിംഗ് എപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ മണിരത്ന സിനിമയ്ക്കകത്ത് മേക്കിംഗ് പോലൊക്കെ തന്നെ നല്ല രീതിക്ക് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. കമൽഹാസൻ്റെ ആ ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിംബുവിൻ്റെ സ്വാഗും പരിപാടിയൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ അവർ ശ്രദ്ധിച്ച് ആ ഒരു ക്യാരക്ടറിനൊക്കെ അനുസരിച്ചുള്ള രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഒരു വേറൊരു നെഗറ്റീവായിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ സോങ്സിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സോങ് ആയിരുന്നു വിൻവിലി നായക എന്ന് പറഞ്ഞ സോങ്. അപ്പോൾ ആ സോങ്ങൊക്കെ ശരിക്കും അവസാനം കൊണ്ട് ടൈറ്റിൽ ട്രാക്ക് പോലെ അവസാനം കൊണ്ട് ഇട്ടിരിക്കുകയാണ്. ശരിക്കും നമ്മളത് ഭയങ്കരമായിട്ട് പ്രതീക്ഷയാണ് ആ ഒരു സോങ്ങിൽ എന്തെങ്കിലും ഭയങ്കര ഹൈ മൂമെൻ്റ് ഒക്കെ കാണുമെന്ന്. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് വാച്ചായിരുന്നു ഈ ഒരു സിനിമ. ഭയങ്കര പ്രതീക്ഷയോടെ കാണാൻ പോയിട്ട് ശരിക്കും നമ്മൾ വിചാരിച്ച് അത്രയൊന്നും കിട്ടാതെ വന്നൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.